ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി 5 ആണ്. സെക്കൻഡ് യൂണിറ്റിലെ ആക്ടിവിറ്റി 5 ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹൂ ഈസ് സിറ്റിംഗ് നിയർ യു? നിങ്ങളുടെ അടുത്ത് സിറ്റ് ചെയ്യുന്ന കൂട്ടുകാരൻ്റെ പേരെന്താണ്? ടീച്ചർ ഇവിടെ ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ട്, റൈഹാൻ. റൈറ്റ് ഹിസ് ഓർ ഹർ നെയിം എഴുതാൻ പറഞ്ഞപ്പോൾ ടീച്ചർ ആരുടെ പേര് എഴുതി? റൈഹാൻ. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞല്ലോ, അപ്പോൾ നിങ്ങളുടെ അടുത്ത സീറ്റിൽ ഇരിക്കുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേര് എഴുതുക കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ക്യാൻ ഹീ ഓർ ഷീ ഡു? റൈറ്റ് ദം ഡൗൺ. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾ എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രണ്ട്സ് നെയിം. ഇപ്പോൾ ഇവിടെ ടീച്ചർ എഴുതിയിരിക്കുന്ന നെയിം ആരുടെ പേരാണ്? റൈഹാൻ അല്ലേ? റൈഹാൻ ക്യാൻ. റൈഹാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഡ്രോ, ചിത്രം വരയ്ക്കാൻ സാധിക്കും. റൈറ്റ്, എഴുതാൻ സാധിക്കും. സിംഗ്, പാട്ട് പാടാൻ കഴിയും. ഡാൻസ്, നൃത്തം ചെയ്യാനും കഴിയും. റൈറ്റ് ഇൻ ദി ബോക്സ് ബിലോ വാട്ട് ഡു യു ആൻഡ് യുവർ ഫ്രണ്ട് ക്യാൻ ഡു. നിങ്ങൾക്ക് എന്ത് കഴിയും, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരന് എന്ത് കഴിയും? ഐ ക്യാൻ, മൈ ഫ്രണ്ട് ക്യാൻ. എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു ബോക്സ് ഉണ്ട്. എൻ്റെ കൂട്ടുകാരന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എഴുതാനായിട്ടും ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ ഐ ക്യാൻ, എനിക്ക് കഴിയും എന്നുള്ളതിൻ്റെ താഴെ എന്തൊക്കെയാണ്? സിംഗ്, ഡാൻസ്, സ്വിം, ആക്ട്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. പാട്ട് പാടാനുണ്ടെങ്കിൽ അത് എഴുതുക, സിംഗ് എന്ന് എഴുതുക. ഡാൻസ് കളിക്കാൻ സാധിക്കുമെങ്കിൽ ഡാൻസ് എന്ന് എഴുതുക. നീന്താൻ കഴിയുമെങ്കിൽ സ്വിം എന്ന് എഴുതുക. അഭിനയിക്കാൻ അറിയുമെങ്കിൽ ആക്ട് എന്ന് എഴുതുക. മൈ ഫ്രണ്ട് ക്യാൻ, എൻ്റെ കൂട്ടുകാരൻ എന്തൊക്കെ കഴിയും? റൈറ്റ്, ഡ്രോ, സിംഗ്, ഡാൻസ്. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ കഴിയുന്നത് അതൊക്കെ എഴുതുക. ഓക്കെ. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യുവർ ഫ്രണ്ട് ക്യാൻ ഡു ബട്ട് യു കാൺ? എന്തൊക്കെ കാര്യങ്ങളാണ് നിൻ്റെ ഫ്രണ്ടിന് ചെയ്യാൻ കഴിയും പക്ഷെ നിനക്ക് ചെയ്യാൻ കഴിയാത്തത്? മൈ ഫ്രണ്ട് ക്യാൻ സിംഗ് ആൻഡ് ഡാൻസ്. എൻ്റെ കൂട്ടുകാരന് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും സാധിക്കും. ബട്ട് ഐ കാൺ സിംഗ് ആൻഡ് ഡാൻസ്. പക്ഷേ എനിക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും സാധിക്കില്ല. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് വേർഡ് ചെയിൻ ആണ്. ഓക്കെ, അതായത് കണക്റ്റിംഗ് ആയിട്ട് വേർഡ്സ് വരുന്ന ലാസ്റ്റ് ലെറ്റേഴ്സ് കൊണ്ട് ഒരു വേർഡിൻ്റെ ലാസ്റ്റ് ലെറ്റർ കൊണ്ട് അടുത്ത വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ. ഹെൽപ്പ് ദ ബട്ടർഫ്ലൈ റീച്ച് ദ ഫ്ലവർ ബൈ ഫില്ലിങ് അപ്പ് ദ ബോക്സസ്. ഈ താഴെ തന്നിരിക്കുന്ന ബോക്സസ് ഫില്ല് ചെയ്തുകൊണ്ട് വേണം ആരെ ഹെൽപ്പ് ചെയ്യാൻ? ബട്ടർഫ്ലൈയെ ഫ്ലവറിൽ എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. യു മേ ബിഗിൻ ദ നെക്സ്റ്റ് വേർഡ് വിത്ത് ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് ദി പ്രീവിയസ് വേർഡ്. അതായത് നേരത്തെ പ്രീവിയസ് വേർഡിൻ്റെ ലാസ്റ്റ് ലെറ്ററിൽ നിന്ന് വേണം അടുത്ത വേർഡ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ. ഇവിടെ ബട്ടർഫ്ലൈ, അതിൽ ലാസ്റ്റ് ലെറ്റർ ഏതാണ്? വൈ ആണ്. അപ്പോൾ ആ വൈ വെച്ച് വേണം നെക്സ്റ്റ് വേർഡ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ എന്താണ്? യെല്ലോ. ഓക്കെ. നെക്സ്റ്റ് ഏതാണ്? യെല്ലോയിൽ ലാസ്റ്റ് ലെറ്റർ ഏതാണ്? ഡബ്ല്യു കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ് ഏതാണ്? വാട്ടർ. നെക്സ്റ്റ് വാട്ടറിൻ്റെ ലാസ്റ്റ് ലെറ്റർ ആറ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് ഏതാണ്? റീഡ്. ഇനി അടുത്തത് ഏതാണ്? ഡി ആണ് അല്ലേ എൻഡ് ചെയ്യുന്ന വേർഡ് ലെറ്റർ. അപ്പോൾ ഡി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് ഏതാണ്? ഡോഗ്. ഇനി ലാസ്റ്റ് ലെറ്റർ ഏതാണ്? ജി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ് ഗേൾ. ഓക്കെ. നെക്സ്റ്റ് ഏതാണ്? എല്ല് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് ഏതാണ്? ലീഫ്. നെക്സ്റ്റ് എഫ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് ഏതാണ്? അവിടെ ഫ്ലവർ തന്നിട്ടുണ്ട് അല്ലേ? ഫ്ലവർ. ഓക്കെ. എങ്ങനെയാണ് ഈ വേർഡ് ചെയിൻ വന്നതെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് വാട്ട് ദ യെല്ലോ ബട്ടർഫ്ലൈ അബൌട്ട് ഹെർസെൽഫ് ആൻഡ് ഹെർ ഫ്രണ്ട്സ്. ഓക്കെ. യെല്ലോ ബട്ടർഫ്ലൈ അതിനെക്കുറിച്ചും അതിൻ്റെ ഫ്രണ്ട്സിനെ പറ്റിയും എന്താണ് പറയുന്നത് എന്ന് നോക്കുക. ഐ ആം യെല്ലോ ബട്ടർഫ്ലൈ. ഞാൻ യെല്ലോ ബട്ടർഫ്ലൈ ആണ്. ഐ ലിവ് ഇൻ എ ഗാർഡൻ. ഞാനൊരു ഗാർഡനിലാണ് ജീവിക്കുന്നത്. ദർ ആർ 2 other butterfly like me in the garden. എന്നെപ്പോലെ തന്നെ വേറെ 2 ബട്ടർഫ്ലൈയും കൂടി ആ ഗാർഡനിലുണ്ട്. ഐ ഹാവ് മെനി അതർ ഫ്രണ്ട്സ് ആസ് വെൽ. അവരെ കൂടാതെ എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. ദേ ആർ ഫ്രോഗ്സ്, ഡ്രാഗൺ ഫ്ലൈസ്, പാരറ്റ്സ്, സ്പാരോസ് ആൻഡ് പീകോക്സ്. അങ്ങനെ ആരൊക്കെയാണുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പീകോക്ക്, സ്പാരോയും പിന്നെ പാരറ്റും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? We play and dance together. We are all very happy. ഓക്കെ. ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യും. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെയാണ് അവിടെ ജീവിക്കുന്നത്. ഓക്കെ. നൗ റൈറ്റ് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് യുവർ ഫ്രണ്ട്സ്. ഇനി നിങ്ങൾ നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ കൂട്ടുകാരെ പറ്റിയും എഴുതുക.
ടീച്ചർ ഇവിടെ ജസ്റ്റ് ഒന്ന് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു പേരും അതുപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യവും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കാര്യവുമാണ് എഴുതേണ്ടത്. ഓക്കെ, നിങ്ങളുടെ പേരെന്താണോ അതാണ് അവിടെ എഴുതേണ്ടത്. ഇവിടെ ടീച്ചർ എഴുതിയിരിക്കുന്നത് ഐ എം ആൽഫി, ഐ എം 7 years old, മൈ ഫാദർ ഈസ് ബാബു, മൈ ബ്രദർ ഈസ് സുമി, ഐ ഹാവ് മെനി ഫ്രണ്ട്സ്, ഐ ആം ഇൻ ക്ലാസ് 3rd, മൈ ക്ലാസ് ടീച്ചർ ഈസ് മിസ്സിസ് സുൽഫത്ത്. ഓക്കെ, അതിൽ ടീച്ചർ മാത്രം സെയിം ആയിരിക്കും, ബാക്കിയെല്ലാം ക്ലാസ് 3യും സെയിം ആയിരിക്കും അല്ലേ. പിന്നെ ഏജിൽ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ നെയിം വേറെ ആയിരിക്കും, വാപ്പിയുടെയും ഉമ്മയുടെയും പേര് വേറെ ആയിരിക്കും. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവിറ്റി മൈ വേർഡ്സ്. ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി ആൻഡ് fill in the blanks in the passage with the suitable words from the ബോക്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ബോക്സിൽ നിന്ന് കറക്റ്റായിട്ടുള്ള വേർഡ്സ് എടുത്ത് താഴത്തെ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ പാസേജ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വേർഡ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ക്രൗഡ്ലി, പെറ്റൽസ്, മോഷൻലെസ്ലി, പെബിൾസ്, ഷെൽട്ടർ, സക്കിംഗ്, ഗ്രേസ്ഫുള്ളി, ചേസിങ്, ലാസ്റ്റ് വൺ ഈസ് വിങ്സ്. The Ammu's garden. This is Ammu's garden. ഇത് അമ്മുവിൻ്റെ ഗാർഡൻ ആണ്. There are many flowers in the garden. ഈ ഗാർഡനിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. സ്മൂത്ത് വൈറ്റ് ഡാഷ്. എന്താണ് സ്മൂത്ത് വൈറ്റ്? പെബിൾസ്, ഉരുളൻ കല്ലുകൾ അല്ലേ. ഫിൽ ദ ഗാർഡൻ പാത്ത്. ഗാർഡൻ പാത്തിൽ എന്താണുള്ളത്? സ്മൂത്ത് വൈറ്റ് പെബിൾസ്. പെബിൾസ് എന്നുള്ള വേർഡാണ് അവിടെ വരേണ്ടത്. ഉരുളൻ കല്ലുകൾ എന്നാണ് പെബിൾസിൻ്റെ അർത്ഥം. എ ബട്ടർഫ്ലൈ ഈസ് ഡാഷ് ഫ്ലൈയിങ് റൗണ്ട് എ ഫ്ലവർ. എങ്ങനെയാണ് ഫ്ലൈ ചെയ്യുന്നത്? ഗ്രേസ്ഫുള്ളി ഫ്ലൈയിങ് അറൗണ്ട് എ ഫ്ലവർ. നെക്സ്റ്റ് എന്താണ്? അനദർ വൺ ഈസ് സിറ്റിംഗ് ഓൺ എ ഫ്ലവർ ഡാഷ്. വേറൊരെണ്ണം അനങ്ങാതെ ഇരിക്കുന്നു. അപ്പോൾ ഏത് വേർഡാണ് വരേണ്ടത്? മോഷൻലെസ്ലി. ഇറ്റ് ഈസ് ഡാഷ് നെക്ടാർ ഫ്രം ദി ഫ്ലവർ. എന്താണ് അത് കുടിക്കുന്നത്? കുടിക്കുക, സക്കിയുക. എന്താണ് നക്കിടുന്നത്? എന്താണ്? നെക്ടാർ. നെക്ടാർ എന്ത് ചെയ്യുന്നു? സക്ക് ചെയ്യുന്നു അല്ലേ. നെക്സ്റ്റ് അപ്പോൾ അവിടെ വരേണ്ട വേർഡ് ഏതാണ്? സക്കിങ്. നെക്സ്റ്റ് ദ ഡാഷ് ഓഫ് ദി ഫ്ലവർ ആർ യെല്ലോ. ഫ്ലവറിൻ്റെ എന്താണ്? ഇതളുകൾ അല്ലേ. ഇതളുകൾ എന്നുള്ളതിന് എന്താണ് വരേണ്ടത്? പെറ്റൽസ്. ദ പെറ്റൽസ് ഓഫ് ദി ഫ്ലവർ ആർ യെല്ലോ. നെക്സ്റ്റ് എന്താണ്? There is a kitten dash a green grasshopper. There is a kitten chasing a green grasshopper. ഒരു പൂച്ചക്കുട്ടി ആരെ ഓടിക്കുന്നു? ഒരു ഗ്രാസ് ഹോപ്പറിനെ അല്ലേ, ഒരു പുൽച്ചാടിയെ ഓടിക്കുകയാണ് അല്ലേ. ദ സ്കൈ ഈസ് ഡാഷ്. ആകാശം എങ്ങനെയാണ്? മേഘാവൃതമാണ്. ദ സ്കൈ ഈസ് ക്ലൗഡി. ഇറ്റ് മേ റെയിൻ. എ സ്മോൾ ബേർഡ് ഈസ് ഫ്ലാപ്പിംഗ് ഇറ്റ്സ് ഡാഷ്. ഫ്ലാപ്പ് ചെയ്യുന്നത് എന്താണ്? വിങ്സ് അല്ലേ, ചിറകാണ് അടിക്കുന്നത്. ഇറ്റ് ഈസ് ഫ്ലൈയിങ് ടുവേർഡ്സ് ഇറ്റ്സ് നെസ്റ്റ്. അതതിൻ്റെ എവിടേക്കാണ് പോകുന്നത്? നെസ്റ്റിലേക്കാണ്, എൻ്റെ കൂട്ടിലേക്കാണ് പോകുന്നത്. ദ ബേർഡ് ഹാസ് ഫൗണ്ട് ഇറ്റ്സ് ഡാഷ്. ബേർഡ് എന്താണ് അത് കണ്ടെത്തിയത്? അതിൻ്റെ ഷെൽട്ടർ, താമസിക്കാനുള്ള സ്ഥലം അല്ലേ. ദ ബേർഡ് ഹാസ് ഫൗണ്ട് ഇറ്റ്സ് ഷെൽട്ടർ. അപ്പോൾ ഈ വേർഡ്സ് എല്ലാം കറക്റ്റായിട്ട് യൂസ് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, റൈറ്റ് ദ ന്യൂ വേർഡ്സ് യു ഹാവ് ലേൺ ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ്. യൂസ് ദം ഇൻ സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ. ഓക്കെ, പുതിയതായി നിങ്ങൾ പഠിച്ച വേർഡ് എഴുതുക, എന്നിട്ട് അത് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പെബിൾസ്. പെബിൾസ് എന്ന് പറയുന്ന ഒരു ന്യൂ വേർഡാണ് അല്ലേ. പെബിൾസ് ആർ മെയ്ഡ് സ്മൂത്ത് ആൻഡ് റൗണ്ട് ബൈ റണ്ണിങ് വാട്ടർ. നെക്സ്റ്റ് എന്താണ്? ഗ്രേസ്ഫുള്ളി. ദ പീകോക്ക് ഈസ് ഡാൻസിങ് ഗ്രേസ്ഫുള്ളി. നെക്സ്റ്റ് മോഷൻലെസ്ലി. ദ സ്ലീപ്പിംഗ് ഡോഗ് ലൈസ് മോഷൻലെസ്ലി. പെബിൾസ് എന്ന് വെച്ചാൽ ഉരുളൻ കല്ല് അല്ലേ. പെബിൾസ് ആർ മെയ്ഡ് സ്മൂത്ത് ആൻഡ് റൗണ്ട് ബൈ റണ്ണിങ് വാട്ടർ. ഒഴുകുന്ന വെള്ളത്തിനിടയിൽ നല്ല സ്മൂത്ത് ഷേപ്പിലുള്ള പെബിൾസ് കാണുന്നു. ഓക്കെ, നെക്സ്റ്റ് ഗ്രേസ്ഫുള്ളി. ദ പീകോക്ക് ഈസ് ഡാൻസിങ് ഗ്രേസ്ഫുള്ളി. വളരെ മനോഹരമായിട്ട് ആര് ഡാൻസ് ചെയ്യുന്നുണ്ട്? പീകോക്ക്. നെക്സ്റ്റ് മോഷൻലെസ്ലി. അനക്കമില്ലാതെ എന്ത് ചെയ്യുന്നു? ദ സ്ലീപ്പിംഗ് ഡോഗ് ലൈസ് മോഷൻലെസ്ലി. ഉറങ്ങുന്ന പട്ടി അനക്കമില്ലാതെ കിടക്കുകയാണ് അല്ലേ.
നെക്സ്റ്റ് ഐ ക്യാൻ, എനിക്ക് കഴിയുമെന്നുള്ളതാണ് കേട്ടോ. ഡു യു റിമെമ്പർ ഹൂ സെഡ് ദിസ്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇത് ആരാ പറഞ്ഞതെന്ന്? നോ ഡിയർ ഐ വോണ്ട് സ്റ്റേ ഹിയർ, സെൻഡിങ് എവേ മൈ ഫ്രണ്ട്സ് ഇൻ ഡിസ്മേ. ഇതാരാ പറഞ്ഞത്? വൈറ്റ് ബട്ടർഫ്ലൈ ആണ് പറഞ്ഞത് അല്ലേ, എൻ്റെ കൂട്ടുകാരെ ഉപേക്ഷിച്ചിട്ട് ഞാനിവിടെ താമസിക്കുന്നില്ല എന്ന്. നെക്സ്റ്റ് എന്താണ്? സൺഫ്ലവർ ഇറ്റ്സ് റെയിനിങ് ഹെവിലി, ഷാൽ വി സ്റ്റേ ഹിയർ ടിൽ ദ റെയിൻ ഈസ് ഓവർ. സൺഫ്ലവറിനോട് സീറ്റ് ചോദിച്ച ആരാണ്? ഷെൽട്ടർ ചോദിച്ചത് 3 ബട്ടർഫ്ലൈസും കൂടെ ഒരുമിച്ചാണ് അല്ലേ, ദ 3 ബട്ടർഫ്ലൈസ്. നെക്സ്റ്റ് മൈ ഫേവറേറ്റ് ഫെലോസ് ദ റെഡ് ആൻഡ് യെല്ലോ വൺസ്, യു ക്യാൻ സ്റ്റേ വിത്ത് മീ ടിൽ ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്. അങ്ങനെ പറഞ്ഞത് ആരാണ്? മഴ തീരുന്നിടം വരെ എൻ്റെ ഇഷ്ടപ്പെട്ട മഞ്ഞയും ചുവപ്പും ബട്ടർഫ്ലൈസ് താമസിച്ചോ, എൻ്റെ പൂവിൽ താമസിച്ചോ എന്ന് പറഞ്ഞത് ആരാണ്? സൺഫ്ലവർ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബട്ട് ഐ ക്യാൻ ലെറ്റ് ഇൻ ഹിയർ ഓൺലി ദ വൈറ്റ് വണ്ണിനെ മാത്രം താമസിപ്പിക്കാമെന്ന് പറഞ്ഞത് ആരാണ്? വൈറ്റ് ലില്ലി ആണല്ലേ. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസേഴ്സ് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലായല്ലോ മക്കൾക്ക്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഐ അണ്ടർസ്റ്റുഡ് ദ സ്റ്റോറി 3 ബട്ടർഫ്ലൈസ്, ഐ റിമെമ്പർ the events in the story. I can now complete the sentences by supplying suitable words. correct words യൂസ് ചെയ്തുകൊണ്ട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഫസ്റ്റ്? The sun was dashed to see the love and care among the butterflies. സൺ എന്താണ്? The sun was pleased. അവിടെ വരേണ്ട ഹാപ്പി ആയെന്നുള്ളതാണ് അല്ലേ, pleased. The sun was pleased to see the love and care among the butterflies. ബട്ടർഫ്ലൈസ് തമ്മിലുള്ള സ്നേഹവും കെയറും ഒക്കെ കണ്ടപ്പോൾ ആരാണ് സന്തോഷവാനായത്? സൺ. അപ്പോൾ അവിടെ വരേണ്ട വേർഡ് എന്താണ്? പ്ലീസ്ഡ്. നെക്സ്റ്റ് എന്താണ്? ദ ബട്ടർഫ്ലൈസ് ഡാഷ് ഫോർ ഷെൽട്ടർ, ദ ബട്ടർഫ്ലൈസ് ലുക്ക്ഡ് ഫോർ ഷെൽട്ടർ. അവർ നോക്കുകയായിരുന്നു അല്ലേ, ബട്ടർഫ്ലൈസ് എന്താണ് നോക്കിയത്? ഫോർ ഷെൽട്ടർ, അവർക്കൊരു താമസ സ്ഥലത്തിന് വേണ്ടിയാണ് ബട്ടർഫ്ലൈസ് നോക്കിയത്. നെക്സ്റ്റ് എന്താണ്? The 3 butterflies got dash in the rain. മഴയിൽ എന്താണ് സംഭവിച്ചത്? നനഞ്ഞു അല്ലേ. The 3 butterflies got wet in the rain. വെറ്റ് എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കുക, The 3 butterflies dash in the garden. ആ 3 ബട്ടർഫ്ലൈസ് എന്ത് ചെയ്യായിരുന്നു? ഗാർഡനിൽ പ്ലേഡ്, അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ എങ്ങനെയായിരുന്നു വരുന്നത്? The 3 butterflies played in the garden.